വരാൻ പോകുന്നത്. ടോപ്പ് സിംഗറിൽ ഒരു ചിരി കുടുക്ക എത്താൻ പോവാണ്. റിയാൻ കുട്ടൻ, വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം റിയാൻ കുട്ടൻ ഓൺ സ്റ്റേജ്. എന്തോ സാർ, എന്ത് പറയുന്ന വിശേഷങ്ങള്? വിശേഷം സൂപ്പർ വിശേഷം. സുഖാണോന്ന് ചോദിച്ചേ. സുഖാണ് സാർ. നമ്മുടെ കാക്കാ പാട്ട് എങ്ങനെ പോന്നു? കാക്കാ പാട്ട് ബിനിച്ചേട്ടനൊക്കെ ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞപ്പോ. എന്നൊക്കെ പറഞ്ഞിട്ട് അതിശയിച്ചു പോയി. അത് സൂപ്പർ ഹിറ്റ് പാട്ടാട്ടോ. ഒരുപാട് ഇന്ന് നമ്മൾ ഏത് പാട്ടാണ്? ഇന്ന് ഞാൻ പാടുന്നത് ഒരു ബ്യൂട്ടിഫുൾ പാട്ടാ. നമ്മുടെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിന്റെ മ്യൂസിക്കിലുള്ള സ്നേഹം മൂവിയിലെ പാട്ടാ. ഏതാന്നറിയോ? പേരറിയാത്തൊരു നൊമ്പരത്ത്. ആരോ വിളിച്ച് മണ്ണിൽ വീണുടയുന്ന തേൻ കൊടുത്ത് എന്ത് വിളിച്ചു? കണ്ണുനീരുന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? റിയാക്കുട്ടനുണ്ട് ഇന്ന് കൊറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സ്. അതിൽ ഡോക്ടർ ജിജോ പോൾ, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം സാർ. ഹായ് സാർ. വളരെ സന്തോഷമാണ് ഇവിടെ അങ്ങ് വന്നത്. വളരെ നമ്മൾ ആദരപൂർവ്വം സ്വീകരിക്കുകയാണ്. ജിജു സാർ നമ്മുടെ മലയാളം സിനിമയ്ക്ക് അല്ലെങ്കിൽ സിനിമയ്ക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ സ്പെഷ്യലാണ്. നമ്മളിപ്പോ ലോക സിനിമ ഉണ്ടല്ലോ, അല്ലെ പല്ല് കണ്ടിട്ട് പല്ല് കോമ്പല്ലുകൾ, അത് അദ്ദേഹത്തിന്റെ ഒരു ഡിസൈനാണ്. എനിക്ക് തോന്നുന്നു പോളി മീഥൈൽ മെത്ത് അക്രലൈറ്റ് അങ്ങനെയാണ് അത് വെച്ചിട്ടാണ്. അതെ, അത് കോമ്പല് വാമ്പയർ ടീത്ത് അങ്ങനെ മീൻ മീത് അക്ലേറ്റ് വെച്ച് ചെയ്യുന്നത്. പക്ഷെ ആ ടോവിനൊക്കെ ചെയ്ത് ഒരു ജാപ്പനീസ് ഗോൾഡ് എന്ന് പറയും. അത് ഓർഡനാലോ എന്ന് പറയും. അത് കാസ്റ്റ് ചെയ്യുന്നതാണ്. ടോവിനൊക്കെ ചെയ്ത സ്വർണ്ണപ്പല്ല് അത് കാസ്റ്റ് ചെയ്യണം. എനിക്ക് പല്ലുണ്ടെന്ന് മാത്രമേ അറിയാവൂ, ഇത് എങ്ങനെയാണെന്നൊന്നും ഒരു പരിപ്പിടിയില്ല. പിന്നെ പല്ല് വേദന വരുമ്പോഴാണ് പല്ലുണ്ടല്ലോ എന്ന് പിന്നെ ആലോചിക്കുന്നത്. ഇതൊരു ഗംഭീര സംഭവമാണ്. തിയററ്റിക്കൽ ഡെന്റിസ്ട്രി. എന്റെ സ്പെഷ്യാലിറ്റി പ്രോസ്റ്റോഡോണ്ടിക്സ് ആണ്, പ്രോസ്റ്ററ്റിക്സ് എന്ന് പറയും. അപ്പം അതിന്റെ ബ്രാഞ്ചാണ് തിയററ്റിക്കൽ ഡെന്റിസ്ട്രി. ഹോളിവുഡിലെ സാറിന് ഉപയോഗിക്കുന്നത്. അപ്പം അതായത് ഒരു ക്യാരക്ടർ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാരക്ടറിന് വേണ്ടി പല്ലിലോ അല്ലെങ്കിൽ മാക്സിലോ ഫേഷ്യൽ ഏരിയയിൽ എന്തെങ്കിലും തുരുപ്പാൻ പറ്റുന്ന നടത്തിയാൽ കറക്റ്റ് ആക്കാൻ പറ്റും. ഡോക്ടർ ആലുവയിലല്ലേ? ആലുവയിൽ തന്നെയാണ് ക്ലിനിക്. ആലുവയിൽ എന്റെ ക്ലിനിക്ക്. അതുകൊണ്ട് ഞാൻ ഒരു സാസ്റ്റം മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് ആണ്. റിയാനായിട്ട് എങ്ങനെയാണ് കണക്ഷൻ? റിയാന്റെ അമ്മ എന്റെ ഇവിടെ വർക്ക് ചെയ്യണേ. പാട്ടൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമ്മള് ടോപ്പ് സിംഗർ ഫോളോ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ഫോളോ ചെയ്യും. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓവർ. അപ്പൊ മിടുക്കൻ കുട്ടി ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? പേരറിയാത്തൊരു നൊമ്പരത്തെ അല്ലേ? ഡീറ്റെയിൽസ് പറഞ്ഞു അല്ലേ? കുറച്ചൊക്കെ പറഞ്ഞു. ബാക്കി ഇനി എന്താ ഉള്ളത് പറയാൻ? ഇല്ലില്ല. വർഷം 1998. എഴുതിയത് യൂസഫ് അലി കേച്ചേരി സാർ, പാടിയത് KJ യേശുദാസ് സാർ, സിനിമ സ്നേഹം, മ്യൂസിക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാർ. ഓർക്കസ്ട്രേഷൻ ചെയ്ത് ആരാന്നറിയാമോ? ഇല്ല. ഇവിടെ ഇരിക്കുന്നുണ്ട് ആ കൊച്ചു കള്ളൻ. ആണോ? കൊച്ചു കള്ളൻ. ചന്ദ്രൻ. ഇത് പല രീതിയിലാണ്. കാരണം എന്റെ ഗുരുനാഥനാണ് പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറ്. അപ്പൊ സാറിന്റെ കൂടെ പല പാട്ടുകൾക്കും ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഒരു മുഖ്യമായ ഒരു പാട്ടാണ് ഈ പേരറിയാത്തൊരു നൊമ്പരത്തെ എന്നുള്ളത്. അതിന്റെ ആ പാട്ട് പ്രോഗ്രാം ചെയ്തത് ഞാനും ബെന്നിയും കൂടെയാണ്. ബെന്നി രഥം ചെയ്ത് ഞാൻ കീബോർഡ് പ്രോഗ്രാമിംഗ് ചെയ്തു. അതുപോലെ തന്നെ ഈ പാട്ടിന്റെ ട്രാക്ക് പാടിയത് ഞാനാണ്. ചേതന സ്റ്റുഡിയോയിലാണ്. അതില് ഫ്രാൻസി ഒക്കെ വായിച്ചിട്ടുണ്ട്. രണ്ടുപേരുണ്ട്. ഹെറാൾജി ഉണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. കാലഘട്ടങ്ങളൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്റെ റെക്കോർഡിങ് മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞ് ഇത് പാടുമ്പോൾ അഭിമാനമുണ്ട്. അപ്പൊ പാട്ടിലേക്ക് താങ്ക് യു സാർ. ഒരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. പേരറിയാത്തൊരു നൊമ്പ
തീരാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. മണ്ണിൽ വീണുടയുന്ന തേൻകുടത്തെ കണ്ണുനീരെന്നും വിളിച്ചു. കണ്ണുനീരെന്നും വിളിച്ചു. മണിമേഘബാഷ്പത്തിൽ ചാലിച്ച വർണ്ണത്തെ മാരിവില്ലെന്നു വിളിച്ചു. മണിമേഘബാഷ്പത്തിൽ ചാലിച്ച വർണ്ണത്തെ മാരിവില്ലെന്നു വിളിച്ചു. മറക്കുവാനാവാത്ത മൗനസംഗീതത്തെ മാനസമെന്നും വിളിച്ചു. മാനസമെന്നും വിളിച്ചു. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. മണ്ണിൽ വീണുടയുന്ന തേൻകുടത്തെ കണ്ണുനീരെന്നും വിളിച്ചു. കണ്ണുനീരെന്നും വിളിച്ചു. പേരറിയാത്തൊരു നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു. ആഹാ സൂപ്പർ Thank you, sir. സൂപ്പർ സൂപ്പർ കലക്കി. താങ്ക് യു സാർ. ഇതില് യൂസഫ് അലി സാർ എഴുതിയിട്ടുണ്ട്, മറക്കുവാനാകാത്ത മൗന സംഗീതത്തെ മാനസമെന്ന് വിളിച്ചു എന്ന് പറയുന്നത്. ഈ കുഞ്ഞിന്റെ മനസ്സിൽ എന്തൊക്കെയാണ് ഈ സംഗീതത്തിന്റെ എത്ര എത്ര വർണ്ണഭേദങ്ങളാണുള്ളതെന്നുള്ളത് ആ പാട്ട് Thank you, കേൾക്കുമ്പോഴത്തേക്ക് sir. ഈ പാട്ട് പാടുന്നത് ഒട്ടും ഈസിയല്ല, കാരണം അതിനകത്ത് ഒരുപാട് ഇമോഷൻസ് അതെ അതെ അതെ. ആൻഡ് ഇറ്റ് ഈസ് ലിറിക്കൽ ടു. അയ്യോ. എന്റെ മിടുക്കൻ മകനാണ് റിയാൻകുട്ടൻ. താങ്ക് യു സാർ. ഓരോ ഭാഗങ്ങളും വളരെ ശ്രദ്ധിച്ചു പാടിയിട്ടുണ്ട് റിയാൻകുട്ട. താങ്ക് യു സാർ. തങ്കത്തിൻ നിറമുള്ള മായാ മരീചിയെ സങ്കല്പം എന്ന് വിളിച്ചു. അതൊക്കെ കൃത്യമായിട്ട് അത് നമ്മുടെ മലയാളത്തിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില ഫ്രേസസ് ഇതിനകത്തുണ്ട്. ശരിക്കും അതെ. യൂസഫ് അലി സാർ ഉണ്ടാകുന്നത്. അതെ അതെ. അപ്പൊ അതിന് ഈ മോഹനത്തിൻ്റെതായിട്ടുള്ള പല ധ്വനികളും എൻ്റെ ഗുരുനാഥൻ പെരുമ്പാവൂർ രവീന്ദ്രനാഥ് സാറ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്നത്, എൻ്റെ ഗുരുനാഥൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഓടി വന്ന് അവനെ ചേർത്ത് പിടിക്കുക, ഹൃദയത്തോട് ചേർക്കുക, ഇനിയും 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 നമ്മുടെ മകൻ ഇങ്ങനെ പാടി 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 വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. താങ്ക് യു സാർ. അതാണ് ഗംഭീരം അല്ലേ മധു? തീർച്ചയായിട്ടും അതെ. വളരെ 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 മനോഹരമായിട്ട് പാടി. താങ്ക് യു സാർ. യെസ്. ഓരോ ലൈനും ദാസേട്ടൻ എങ്ങനെ പാടിയിരിക്കുന്നോ അതുപോലെ തന്നെ ഒബ്സർവ് ചെയ്ത് ഒപ്പിയെടുത്ത് sir. പാടിയിട്ടുണ്ട് കേട്ടോ. വളരെ Thank you, sir. നല്ല ഫീൽ ഉണ്ടായിരുന്നു പാടിയത്. താങ്ക് യു സാർ. ഓക്കെ ഓക്കെ സാർ. സൂപ്പർ. ഇങ്ങനെ തന്നെ പോരട്ടെ, ഇങ്ങനെ തന്നെ വരട്ടെ എല്ലാ പാട്ടുകളും. ഓക്കെ സാർ. ഓക്കെ. പ്രത്യേകിച്ച് ഈ പാട്ടിനോടുള്ള എൻ്റെ ഒരു ആത്മബന്ധം ഈ സിനിമയും ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും എനിക്ക് ബന്ധമുണ്ട്. സാറും ഞാനും കൂടിയാണിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ജയരാജന്റെ സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബന്ധമുള്ള ഒരു പാട്ടാണ്, ഹൃദയബന്ധം, ആത്മബന്ധമുള്ളതാണ്. അപ്പോൾ ഇവൻ നമ്മുടെ ആത്മബന്ധുവാകുന്നു. അറിയാ? അതെ, ആ പാട്ട് പോകുന്നില്ല, എനിക്ക് കേൾക്കാം. ഇപ്പോഴും റിയാൻകുട്ടൻ പാടുന്ന പോലെ എനിക്ക് ഇങ്ങനെ തോന്നുകയാണ്. ഇറ്റ് ലിംഗേഴ്സ്, ഇറ്റ് സ്റ്റേസ്, ഇറ്റ് നെവർ ലീവ് മീ. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി റിയാൻകുട്ട. താങ്ക് യു ചേച്ചി. അപ്പൊ മാർക്ക് തരട്ടെ? എത്രയായിരിക്കും അറിയത്തില്ല. കുറച്ചുകൂടെ കൂട്ടിയാലോ? 200 ആക്കിയാലോ? 500. Going to be awarded 500 out of 100 today.
ഓരത്തങ്ങനെ ഒരു മധുര മഴ. ഏത് മിഠായിയാ വേണ്ടേ? എത്ര എണ്ണം വേണം പറഞ്ഞോ? എത്ര പറഞ്ഞാലും പെറുക്കി തരും. അതെ, റിയാൻകുട്ടന് സ്പെഷ്യൽ ഓഫറാ. സ്നിക്കേഴ്സ് മതി. സ്നിക്കേഴ്സ് മതി. എത്ര എണ്ണം വേണം? ഡയറി മിൽക്ക് വേണോ? എനിക്ക് വേണം. ഇവിടെ കൊതിയോടെ നോക്കി നിൽക്കുക മോൻസ്റ്റേട്ടൻ. ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ അതും റിയാൻ കുട്ടനാണ്. റിയാൻ കുട്ടന് ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ കൊടുക്കാനായിട്ട് ഡോക്ടർ ജിയോ ഞാൻ ഇൻവൈറ്റ്. വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ റിയാൻകുട്ടന്. താങ്ക് യു ഡോക്ടർ, ഒത്തിരി സന്തോഷം. റിയാൻകുട്ട താങ്ക് യു. MJ ഞങ്ങളുടെ കൂടെ പോവല്ലേ കുഞ്ഞ്? ഈ സൈഡില്. MJ സാറിന്റെ കൂടെ പോവാൻ ഞാൻ. ടാറ്റാ, താങ്ക് യു good ഡോക്ടർ, night. താങ്ക് യു സോ മച്ച്.